ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഒക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ചായ മാറ്റി കോഫി ആക്കാൻ വിചാരിച്ചു രാവിലെ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്രെഡും പിന്നെ ബുൾസൈയും ഒക്കെ കേട്ടോ പ്ലാൻ ചെയ്തത്. ഇത് ഞാൻ ഉണ്ടാക്കിയ കേട്ടോ, സ്ട്രോബെറീൻ്റെ കഴിയാനായി കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കണം. ഈ സ്ട്രോബെറി ഒക്കെ ഓഫറിൽ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ഈ പ്രിപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടട്ടോ. പിന്നെ ഈ ബ്രെഡ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്യാൻ വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം, ഒരു നൈസ് ടേസ്റ്റിൻ്റെ പേര് പറഞ്ഞാൽ എന്തായാലും മൊനായിന്നോ അങ്ങനെ എന്തോ ഉണ്ട് ഈ ബ്രെഡിൻ്റെ പേര്. കുറച്ചും കൂടി റണ്ണി ആവുന്ന ടേസ്റ്റ് വെച്ചത് കുക്കായി. അതിൻ്റെ ബ്ലൂബെറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടോ, ചെറുതിലുണ്ടാക്കി. ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ, ഭയങ്കര രസമാട്ടോ. ഒരു നല്ല രസമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ എരിവ് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ബുൾസൈൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പെപ്പറൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഈ മധുരവും ഇതായിട്ട് മിക്സ് ചെയ്ത ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു ഡ്രസ്സിങ് സ്റ്റോറുണ്ട് ശൈലി, അതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കാക്കു ക്ലീനിങ്ങിനും ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും പോയി. എന്താ പറയുക, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. പക്ഷേ തലേ ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്രാബിൻ്റെ ബിരിയാണി. പിന്നെ ഇന്ന് അങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള മൂടില്ല. അപ്പോൾ ഇന്ന് ചേനൻ്റെ കറിയും ബീഫ് ഫ്രൈയും ആക്കാൻ വിചാരിച്ചു, സാദാ ചോറും. ഈ ക്രാബ് ബിരിയാണിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പിട്ട വ്ളോഗ് നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആ വ്ളോഗിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇനി ചേനക്കറിയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന, തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുതിർത്ത് വെച്ച കുറച്ച് പരിപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. എന്താ പറയുക, ചേനയൊക്കെ നല്ലോണം വെള്ളവും വറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ അടിച്ചത് വെക്കാം. എനിക്ക് ഇവിടെ നേരെയാക്കില്ല, തേങ്ങാപ്പാലുള്ളതുകൊണ്ട് ഞാൻ അതാട്ടോ ഇരിക്കുന്നത്. ഇനി കറി നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുവും കറിവേപ്പിലയും വറവിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇനി കാണിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ പ്രിപ്പറേഷനാണ്. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറുതാക്കി കട്ട് ചെയ്ത ഉള്ളി, ഗാർലിക് പേസ്റ്റ് ഇട്ടോ, 1 സ്പൂൺ ഉലുവ, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ നമ്മുടെ എരിവിന് പാകത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അല്പം പോലും വെള്ളം ചേർക്കരുത് കേട്ടോ നമ്മളിത് ചെയ്യുമ്പം. പിന്നെ നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന പോലെ തന്നെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്
ബാക്കി 5-6 വിസിൽ മീഡിയം ഫ്ലെയിമിൽ ചെയ്യാം. അങ്ങനെ അതാ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്താൽ ഇതാ ഏകദേശം ഇങ്ങനെ വെള്ളം ഉണ്ടാകും കേട്ടോ, ഇതിൻ്റെ ബീഫിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട്. ഇതിനി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കുക. ഇതാ വെള്ളമൊക്കെ ഏകദേശം പാകത്തിന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമായിപ്പോൾ ഞാൻ നിർത്തിയിട്ടോ. ഇറച്ചി കുറച്ചും കൂടി ചെറുതാക്കി മുറിക്കുന്ന നന്നായിട്ട്, എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. ഇതാ നമ്മളെ സിമ്പിൾ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അങ്ങനെ അത് നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പിലിട്ട് ചെയ്യാനേ കക്കിയിട്ടാണ്. പിന്നെ ഇതാണ്ടാക്കിയ കാരക്കച്ചാറി, അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ, ലിങ്ക്. കഴിയാനായി. ഇനിയിപ്പോൾ ഇതാ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ്. പരിപ്പ് കറി, ബീഫ്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലൊരു ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറായിട്ടാവും. പത്തക്ക. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, മോച്ചി, മച്ച മോച്ചി ഐസ്ക്രീം. മാറ്റാൻ പറ്റുമോ? ഇങ്ങനത്തെ വെറൈറ്റി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ വല്ലാത്തൊരു ത്വരാണ് കേട്ടോ. അങ്ങനെ വാങ്ങുന്നതാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ പരീക്ഷണാർത്ഥം. ഗ്രീൻ ടീൻ്റെ ഫ്ലേവറാണ്. ഇതാണ് മാച്ചൻ്റെ ഫ്ലേവർ. ശരിക്കും മൈലാഞ്ചിൻ്റെ ഇലക്കെ അരച്ചൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പച്ചല ആക്ച്വലി അതാണ് ഗ്രീൻ ടീൻ്റെ ഫ്ലേവറേ അല്ല. ആ മാച്ച വെറൈറ്റി ഓഫ് ഗ്രീൻ ടീ ആണ്, പക്ഷെ നോർമൽ ഗ്രീൻ ടീൻ്റെ ടേസ്റ്റേ അല്ല. നമുക്കൊരു സാധനം ഉണ്ടാക്കാം. ഉപ്പിലിട്ട് തീരാനായി. ഇതെല്ലാം കുടിച്ചിട്ട് ലാസ്റ്റ് അതാണ് ഇതാണ് ഗ്യാസ് കയറാൻ പറ്റുമോ? ഒന്നും സൗണ്ട് ഉണ്ടാക്കാതെ സൗണ്ട് ഉണ്ടാക്കി ചെയ്യാന്നുണ്ടാക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്താ ചോദിച്ചിട്ടുള്ള കുറച്ച് വെച്ചിട്ടുള്ള കാക്കോ ഇതായി പോട്ടാ. ഞാൻ സ്ഥിരമായിട്ട് കുടിക്കാൻ എന്താ സാധനം എനിക്കറിയില്ലേ. ഇതൊക്കെ ഞാൻ വീഡിയോയിലുള്ളൂ. നീ കാക്കുവിൻ്റെ വീട് ചെയ്യാതെ വയ്യുള്ളൂ. ഇനിയൊക്കെ വീഡിയോയിലുള്ളൂ. ഫുൾ അയക്കണം കാക്കോ. നല്ലതാ, ആരോഗ്യത്തിന് നല്ലതാ. വെള്ളം അപ്പം ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും, കുറച്ച് ഉപ്പിടുക. നല്ല സോഡൊക്കെ വേണം. കുറച്ച് കുടിച്ചൊക്കെ ആക്കോ, ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്യോ? സീരിയസ്ലി വേണ്ട.
എത്ര വെള്ളം ഒഴിച്ച് കാക്കുവോ? പിന്നെ ഇതാ ഇവിടെ മസ്കറ്റ് നൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു മാസത്തെ ഇവൻ്റാണ്, ജനുവരി 1 മുതൽ ആ ഒരു മാസം ഉള്ള ഒരു ഇവൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പോകുന്നത് ജനുവരി 2-ാം തീയതിയാണ്, തലേന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ 7 സ്പോട്ടൊക്കെ മൊത്തത്തിൽ മസ്കറ്റിൽ പല സ്ഥലത്തായിട്ടാണ് ഈ ഇവൻ്റ് ഉള്ളത്. അപ്പോൾ ഒരു സ്പോട്ടുള്ള ഞങ്ങളുടെ അടുത്ത് തന്നെ സീബിലാണ്, സീബ് കോർണിഷ് ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഇന്ന് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ കരുതിയിട്ട് അങ്ങനെ രാത്രി ഇറങ്ങിയതാണ്. നല്ല രസമുള്ളൊരു ഇവൻ്റാണ്. ഞങ്ങൾ സീബിൽ ഇത്രയും കാലം തന്നിട്ടും ഇതുവരെ സീബിലുള്ള മസ്കറ്റ് നൈറ്റ് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ മുമ്പ് നസീം പാർക്ക് അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. സർപ്രൈസിംഗ്ലി ഇവിടെ എൻട്രി ഫീസ് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇവൻ്റ് നടക്കുന്നതിൽ ഈ ഒരു സ്പോട്ട് മാത്രമേ എൻട്രി ഫീ ഇല്ലാതെ ഉള്ള സ്ഥലം. ബാക്കി എല്ലാ സ്ഥലത്തും ചെറുതായിരിക്കും 100 റിയാൽ, 500 പൈസ, 600 പൈസ അങ്ങനെയൊക്കെ ആയിട്ട് എൻട്രി ഫീ ഉണ്ടാവലുണ്ട്. സംഭവം നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു കളർഫുൾ ഇവൻ്റാണ് കേട്ടോ. കുറേ കൾച്ചറൽ പ്രോഗ്രാംസുകൾ, പിന്നെ സ്റ്റേജ് ഷോ അല്ലാതെ പല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കൗണ്ടറുകൾ, എന്താ പറയുക, ഗെയിമിങ്ങിൻ്റെത്, അതുപോലെ തന്നെ ഫേസ് പെയിൻറ്റ്, അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല അല്ലാതെ എന്താ പറയുക, പെറ്റ് ഷോകളൊക്കെ ഉണ്ട് കേട്ടോ, പെറ്റ് ഷോ. അപ്പം ഈ പെറ്റ് ഷോ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ തൊട്ട് താഴത്ത് ഇങ്ങനെ എന്താ പറയുക, മുമ്പ് തന്നെ ഈ സംഭവം ഈ പെട്ടിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ പാമ്പാണ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒരുമാതിരി ആയെങ്കിലും പിന്നെ എന്താണെന്നറിയില്ല, ആൾ ക്യാമറ ഒന്ന് ഓണാക്കി വെച്ചപ്പം കുറച്ച് പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട്. തലക്കൊന്ന് പൊന്തിച്ചൊന്നിങ്ങനെ ആൾ എന്നെ ഒന്ന് സന്തോഷിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എത്രയെന്ന് വെച്ച് നോക്കിയാ? അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുക, കുട്ടികൾക്ക് പറ്റിയതും കുട്ടികൾക്ക് എന്താ പറയുക, കളിക്കാൻ പറ്റിയതും അങ്ങനെ ആയിട്ടും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ അവിടെ അങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നതിന് ശേഷം അവിടെ എന്താ പറയുക, ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡാൻസ് അവിടെ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. സംഭവം നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ഫീൽ ഉണ്ട് കേട്ടോ. നമുക്കൊരു പുതുമയുണ്ട് കാണുമ്പോൾ. സംഭവം ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു പെർഫോമൻസ് കാണുന്നത്. അതിൻ്റെ മുമ്പ് എന്താ പറയുക, ഒരു കത്തിയൊക്കെ പിടിച്ചിട്ടുള്ള ഓരോരോ ഡാൻസ് ഉണ്ട്. അത് കോമൺ ആയിട്ട് ഒരു ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ കാണലുണ്ട്. പക്ഷേ ഇത് സംഭവം മൊത്തത്തിലൊരു വെറൈറ്റി ആയിരുന്നു. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വരുന്ന ബീച്ചാണ്.
കണ്ടിട്ട് പറയണില്ല. നമ്മൾ ആ കോഫി ഷോപ്പിൻ്റെ അവിടെ നമ്മളിവിടെ നമ്മളധികം ഗ്രില്ല് ചെയ്താ ഈ ഒരു ഏരിയ ആയിരിക്കും. ചൈനൻ്റെ തന്നെ കോപ്പിറൈറ്റ് വരും ഗായ്സ്. അതുകൊണ്ട് മിക്കവാറും പല പാട്ടുകളും നമ്മളിതിൽ മ്യൂട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് സ്റ്റാളിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഐസ്ക്രീമിൻ്റെ സ്റ്റാളിൽ നിന്നായിരുന്നു കേട്ടോ. ചീസ് കേക്ക് ഫ്ലേവറിലുള്ള ഐസ്ക്രീം കേട്ടോ വാങ്ങിയത്. പക്ക ചീസ് കേക്ക് ഏത് എന്താ പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഫ്രൈസ് ആയിരുന്നു. ഫ്രൈസും ഒമാനി ചിപ്സും മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അത് നല്ല രസമുണ്ട് കേട്ടോ ചൂടോടെ. ഒന്നുമില്ല, ഫ്രഞ്ച് ഫ്രൈസ് സോസാക്കി തരാനോ. എന്താ അല്ല ഇരുന്നോട്ടെ ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. സ്പൂണേ ആണോ പിന്നെ അതാ ഞങ്ങൾ വാങ്ങിയത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് ഐറ്റം കേട്ടോ. ഇത് പറഞ്ഞാൽ ഗ്രേപ്പിൻ്റെ ലീഫ്, അതുപോലെ കേബേജ് ലീഫ്, അതിലൊക്കെ റൈസും മീറ്റൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു സാധനം. പിന്നെ എന്താ പറയുക സുക്കീനി പോലത്തെ എന്തോ ഒരു സാധനം, സുക്കൂനി ചൗ പോലത്തെ എന്തോ ഒരു സാധനത്തിനുള്ളിൽ ഈ സെയിം സാധനം തന്നെ മിക്സ് ചെയ്തിട്ടോ അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക ചൂടുള്ളൊരു സൂപ്പും കൂടെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ തരാം. സംഭവം കുഴപ്പമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഫ്ലേവറാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ അത്ര നല്ല ടേസ്റ്റാണ്. ഏതാ ടേസ്റ്റ് ആക്കുന്നേ? ഞാൻ ഇത് ടേസ്റ്റ് ആക്കിക്കോ. പുളിപ്പാണോ? അങ്ങനെ ടേസ്റ്റാ? ഇത് ഗ്രേപ്പ് ലീഫ് സ്റ്റഫ് ചെയ്തല്ലേ? ഇതെന്തോ സ്റ്റഫ് ചെയ്തന്നെയൊക്കെ അങ്ങനെ. പിന്നെ ഞങ്ങൾ വാങ്ങിയ അതുപോലെ തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രിങ്ക് ആയിട്ടുള്ള എന്താ ഒരു ഖർഖടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മതിയോ ഒന്നും മതി. എൻ്റെ പേരെന്താ? ഖർഖടി. കൈയാക്കട്ടെ. മധുരം അടിപൊളിയാ. ഫുള്ളായി വേറെ ഒന്നും വേണ്ടേ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാനുള്ള പരിപാടി നോക്കുമ്പോഴാണ് അവിടെ സ്പ്രേ പെയിൻറ്റിങ് നടക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അത് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് എന്താ പറയുക ഒരു ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് എന്താ പറയുക എന്തോ റോബോട്ടിക് ഷോ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയിട്ടോ. പിന്നെ ഒരു ഇൻ്റർവെല്ലിൽ പിന്നെയും വന്ന് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യും. പക്ഷേ ഞങ്ങൾ പോകാൻ നേരത്തായതുകൊണ്ട് പിന്നെ അത് കാത്തു നിന്നില്ല. സംഭവം നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് സംഭവം നിന്നുപോയി. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു ദിവസം വന്നിട്ട് നമുക്കത് കാണാം. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ടോടു കൂടി എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.